Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി. 14-ാം തീയതി SIO നടത്തിയ പ്രോഗ്രാമിലെ പ്രസൻറ്റേഷൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ സംസാരത്തെ കാണാം. ആ പ്രസൻറ്റേഷൻ പോലെയുള്ള ഒരു പ്രസൻറ്റേഷനല്ല, അതിൽ പരാമർശിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വിശദീകരിക്കണം. NM സാഹിബ് ആവശ്യപ്പെട്ട കാര്യങ്ങളും അതുപോലെ ആ പ്രസൻറ്റേഷനിൽ ഉൾപ്പെട്ട കാര്യങ്ങളെയും ഈ പ്രസൻറ്റേഷനിൽ പരാമർശിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൽ പരാമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൃത്യമായ ഒരു പ്രസൻറ്റേഷനല്ല, അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. LGBTQ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന സമയത്തൊക്കെ പല കോണിൽ നിന്നും വരുന്ന ചോദ്യങ്ങളെ നേരിട്ട് അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ച ജനാദൻ എസി ബ്രൗൺ, അതുപോലെ ഷർമൻ ജാക്സൺ, പിന്നെ ഹംസ യൂസുഫ്, അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരുടെയൊക്കെ അതിനോടൊപ്പം താരിഖ് റമദാൻ്റെയും വ്യൂസായിരുന്നു നമ്മൾ ആ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അവരുടെ വീക്ഷണത്തിൽ പറയുകയാണ് ചെയ്തത്. നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഈ ഒരു സംസാരത്തിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണെന്ന് പറയാൻ കാരണം LGBTQ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളോടും അവരുടെ രാഷ്ട്രീയത്തോടും ഉള്ള നിലപാടാണ്. വ്യത്യസ്ത നിലപാടുകളാണ് പാശ്ചാത്യ ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ പേരുടെ നിലപാടുകളെ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് അവലോകനം ചെയ്യുക മാത്രമാണ്. ഒന്നാമത്തെ ഒരു സമീപനം അത് സിയാവുദ്ദീൻ സർദാറിൻ്റെയും അതുപോലെ പിന്നെ നമുക്കറിയാവുന്ന സിറാജുൽ ഹക്ക് കൂഗിളിൻ്റെയൊക്കെ അങ്ങനത്തെ ഉള്ള ആളുകൾ, അവരുടെ പ്രത്യേകത ഒരുപാട് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ശരിയയുടെ ഫിഖ്ഹിയായിട്ടുള്ള ചർച്ചകളെയൊന്നും പരിഗണിക്കാതെ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും വായിച്ചെടുക്കുന്ന ഒരു പുരോഗമന നവീകരണ ഒരു വായന അല്ലെങ്കിൽ ചിന്തയാണ് അത്തരം ആളുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അവർ ഖുർആൻ സ്വവർഗലൈംഗികത പരാമർശിച്ചിട്ടുണ്ട് എന്നും ലിവാത്തിന്, റെക്ടൽ ഇൻ്റർകോഴ്സിന് പറയുന്ന ഹദീസുകൾ, അതിന് ശിക്ഷ പറയുന്ന ഹദീസുകൾ അതൊക്കെ ഒന്നുകിൽ ദുർബലാണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ വാദിക്കുന്നവരാണ്. ഉദാഹരണത്തിന് സർദാറിൻ്റെ റീഡിംഗ് ദ ഖുർആൻ, അതിലദ്ദേഹം സ്വർഗത്തിലെ കുറേ അനുഗ്രഹങ്ങൾ പറയുന്ന 1-2 ആയത്തുകൾ, പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്ന ഒന്ന് സൂറ തൂറിൽ ആയത്താണ്. അള്ളാഹു പറയുന്നുണ്ട് വയത്തൂഫു അലൈഹിം ഗിൽമാനൻ. ഗിൽമാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, കുട്ടികൾ എന്നൊക്കെയാണ് അതിന് പൊതുവായിട്ട് നൽകുന്ന അർത്ഥം. അപ്പോൾ അവിടെ ആളുകൾക്ക് ചുറ്റും ഗിൽമാൻ വലയം വെക്കും, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, സൂക്ഷിച്ച മുത്തുകൾ പോലെ അങ്ങനത്തെ നല്ല ചെറുപ്പക്കാർ അവർക്കുണ്ട്. അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ അവർക്കവിടെയുണ്ട്, സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്ന അത്തൂറിലെ ആയത്ത്. അതിന് അദ്ദേഹം റീഡിംഗ് ദ ഖുർആനിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അദ്ദേഹം ഈ ആയത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂറ അൽ ഇൻസാനിലെ അനശ്വരായ ചെറുപ്പക്കാർ, വിൽദാനുൻ മുഖല്ലദുൻ യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദുൻ എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്ന അനശ്വരരായ കുട്ടികളുണ്ട്. ഈ 2 ആയത്തും അദ്ദേഹം പ്രത്യേകം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതുപോലെയുള്ള 1-2 മറ്റിടങ്ങളിലും സ്വവർഗലൈംഗികത, ഹോമോസെക്ഷുവാലിറ്റിയെ ഖുർആൻ പരോക്ഷമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ അദ്ദേഹം സൂറ ശൂറയിലെ ലില്ലാഹി മുൽക്കു സമാവാത്തി വല്ലർള് എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ 2 ആയത്തുകൾ 49-50 ആയത്തുകൾ, ലില്ലാഹി മുൽക്കു സമാവാത്തി വല്ലർളി യഹ്ലുക്കുമാ യഷാ, അവൻ അവൻ ഉദ്ദേശിക്കുന്നതിനെ, യഹബു ലിമൻ യഷാഉ ഇനാഥൻ വയഹബു ലിമൻ യഷാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പെൺകുട്ടികളെയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടികളെയും നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥ, അല്ലെങ്കിൽ അവൻ നൽകുന്നത് യുസവ്വിജുഹും, അവരെ പെയറായിട്ടാണ്, ദുക്റാനൻ വ ഇനാഥ, ആൺകുട്ടികളും പെൺകുട്ടികളും അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പൊതുവായിട്ട് അതിന് പറയുന്ന അർത്ഥം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുന്നതാണ്. ആൺകുട്ടികളെ മാത്രം കൊടുക്കുന്നവനുമാണ്, ഒന്നുകിൽ അവൻ അങ്ങനെ നൽകും, അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം നൽകും, അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും നൽകുമെന്നാണ് പൊതുവായിട്ട്. ഇതിനെ സർദാർ പറയുന്നത് ഈ യുസവ്വിജുഹും ദുക്റാനൻ വൈനാഥ, അവൻ ആണിനെയും പെണ്ണിനെയും രണ്ടും
നൽകുന്നതാണ് എന്നതിൽ അത് സ്ത്രീകളോട് ചായ്വുള്ള സ്ത്രീകളും അത്തരത്തിലുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരോട് ലൈംഗിക ചായ്വുള്ള പുരുഷന്മാരും ഉണ്ടാകാം എന്നാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സൂറ നിസായിലെ വൽ ഖവായിദു മിനൻ നിസായി എന്ന ആയത്തിൽ പ്രായമുള്ള സ്ത്രീകൾ അല്ലാത്തി ലായർജൂന നിക്കാഹം വിവാഹം പ്രതീക്ഷിക്കാത്ത പ്രായമായ സ്ത്രീകൾ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അൻ യളഇന സിയാബഹുന്ന അവരുടെ മേൽവസ്ത്രം മാറ്റുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഖൈറ മുത്തബരിജാത്തിൻ ബിസീന അവരുടെ അലങ്കാരം അവരുടെ സീനത്ത് പ്രദർശിപ്പിക്കുക എന്ന രീതിയിലല്ലാത്ത വിധത്തിൽ എന്നതിനെ വ്യാഖ്യാനിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വിവാഹം ഒന്നുകിൽ നാച്ചുറലി വിവാഹം അല്ലെങ്കിൽ ചൈൽഡ് ബിയറിംഗ് സാധ്യമല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രായം കഴിഞ്ഞവർ, അതൊക്കെ പോലെ തന്നെ സെലിബസിയെ കീപ്പ് ചെയ്യുന്ന ബ്രഹ്മചര്യം കീപ്പ് ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള സ്ത്രീകൾ അവരിതിൻ്റെ പരിധിയിൽ വരാം. അതുപോലെ പുരുഷന്മാരോട് യാതൊരു ചായ്വും ലൈംഗിക ചായ്വും ഇല്ലാത്ത സ്വവർഗ പ്രണയിനികൾ ലെസ്ബിയൻസും അവർക്കും ഈ ആയത്ത് തുല്യമായിട്ട് ബാധകമാണ് എന്ന് അദ്ദേഹം സർദാർ പറയുന്നുണ്ട്. സർദാറും സിറാജുൽ കൂകളും എല്ലാം സ്വവർഗ ലൈംഗികത അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൈവിധ്യത്തിൽപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. അള്ളാഹു നൽകിയ മനുഷ്യപ്രകൃതത്തിൻ്റെ ഭാഗമാണ് ലൈംഗികത. അതുകൊണ്ട് തന്നെ സ്വവർഗ ലൈംഗികതയെ ഇസ്ലാമിന് അംഗീകരിച്ചു കൊടുക്കാൻ മാത്രമേ കഴിയൂ എന്ന വിശദീകരണമാണ് അവർ നൽകുന്നത്. സിറാജുൽ കൂകൾ അദ്ദേഹത്തിൻ്റെ ഹോമോസെക്ഷാലിറ്റി ഇൻ ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ കോട്ട് ചെയ്യാണ് ഞാൻ, മനുഷ്യരിലെ വൈവിധ്യം പലപ്പോഴും പുറന്തള്ളലിനും അക്രമത്തിനും കാരണമാണ്. എന്നാൽ വ്യക്തിപരവും സാമുദായികവുമായ ദുരഭിമാനത്തിനപ്പുറം ദൈവം ആവശ്യപ്പെടുന്ന നീതിയിലേക്ക് ഉയരാനാകുമോ എന്ന ദൈവിക വെല്ലുവിളിയാണ് ഈ വൈവിധ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഈ വൈവിധ്യം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചാണ്. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള പുറന്തള്ളലിനും അതുപോലെയുള്ള അക്രമത്തിനൊക്കെ കാരണമാണ് എന്നുള്ളതുകൊണ്ട് ഒരു വലിയ പരീക്ഷണമായിട്ടാണ്, ദൈവത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സ്വർഗലൈംഗികതയ്ക്ക് ഖുർആനൊന്നും അല്ലെങ്കിൽ ഹദീത്തിലൊന്നും യാതൊരു ശിക്ഷയും പറയുന്നില്ല. മാത്രമല്ല ഖുർആനിൽ സൂറ നിസായിൽ പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ ഫാഹിഷത്ത് ചെയ്യുന്ന രണ്ടുപേരെയും പീഡിപ്പിക്കണം എന്ന് പറയുന്നതിലെ ഫാഹിഷ പരസ്യമായിട്ട് ചെയ്യുന്ന ഏത് ലൈംഗികതയും ആകാന്നുള്ള വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് സർദാറൊക്കെ പറയുന്നത്. അത് പരസ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഖുർആൻ അപലപിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ LGBTQI കമ്മ്യൂണിറ്റിയോട് ഏറ്റവും തുറന്ന സമീപനമുള്ള ഒന്നാമത്തെ ആൾക്കാർ ഇവരാണ്. അവർ പറയുന്നത് ഖുർആൻ കണ്ടം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പരോക്ഷമായിട്ട് ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ദീനിൽ യാതൊരു ശിക്ഷയും പറഞ്ഞിട്ടില്ല, അപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഇത് ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്, ഇസ്ലാം ഫുള്ളി ഇതിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട് ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഒന്നാമത്തെ ആൾക്കാരാണ്. രണ്ടാമത്തെ നിലപാട് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള ശരിയയുടെ പൊസിഷനെ റീഡിഫൈൻ ചെയ്യാതെ, അതായത് അല്ലസുൽഫിൽ അബ്ലാ തഹരീം എന്നുള്ളത് ദാമ്പത്യബാഹ്യമായിട്ടുള്ള എല്ലാതരം ലൈംഗിക പ്രവൃത്തികളും ശരിയെ വിലക്കിയതാണ്, സെയിം സെക്സ് മാരേജ് ഉൾപ്പെടെ, അതിനൊക്കെ അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ LGBTQI+ കമ്മ്യൂണിറ്റി ഉയർത്തുന്ന അവരുടേതായ പ്രശ്നങ്ങൾ, അവരുടെ അവകാശ പോരാട്ടം, അവർക്ക് വേണ്ട ലീഗൽ ആക്സെപ്റ്റൻസ്, അതിനെയൊക്കെ അംഗീകരിക്കുന്ന, അതിനെയൊക്കെ അഫേം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ്. കുറേ മുമ്പ് എഴുതിയ ലേഖനത്തിൽ ഷർമൻ ജാക്സൺ പറയുന്നുണ്ട്, ദ പ്രസന്റ് എഫേർട്ട് ടു പാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ എഫേർട്ട് ടു ബാൻ ഗേ മാരേജ് ഫോർ ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, എല്ലാ മതവിഭാഗങ്ങൾക്കും ഗേ മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന അമെൻമെൻറ്റ്, ഇത് വളരെ മുമ്പുള്ള കാര്യമാണ്. പിന്നീട് US എല്ലാ സ്റ്റേറ്റിലും നിലനിന്നിരുന്ന എല്ലാ ബാനും സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് എഴുതിയ കാര്യമാണ്. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ബാന്, ഗേ മാരേജിന് ഒരു ബാന് കൊണ്ടുവന്നാൽ, എല്ലാ മത കമ്മ്യൂണിറ്റിക്കും ബാന് കൊണ്ടുവരുന്നത് would seem thus to run the risk both of unduly entangling the government in religion and of discriminating against those established religions that do not proscribe homosexual relations. ഹോമോസെക്ഷൽ റിലേഷൻസിനെ ഒന്നും ഒരു പ്രശ്നമായിട്ട് കാണാത്ത മതവിഭാഗം, അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യൻസിലെ പല വിഭാഗങ്ങൾക്കും അതൊരു പ്രശ്നമല്ല. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു ബാന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഗേ മാരേജിന് ഒരു ബാന് കൊണ്ടുവരുന്നത് അത് ഡിസ്ക്രിമിനേഷനാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള ഒരു ജൂറിസ്റ്റിക് മോണിസം, എല്ലാവർക്കും ഒരൊറ്റ നിയമം എന്നുള്ളത്
അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ അൾട്ടിമേറ്റ്ലി സെർവ് നെയ്തർ ദ ഗവൺമെന്റ് നോട്ട് ദ ഗവേൺഡ്. അത് ഗവൺമെന്റിനും ഗവേൺ ചെയ്യുന്ന ജനങ്ങൾക്കൊന്നും ഉപകാരം ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു യൂസ്ഫുള്ളും അല്ലാത്ത ഒരു തരം അമെൻമെന്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലീഗൽ മോണിസത്തെ അദ്ദേഹം ഒരു മോഡേൺ സ്റ്റേറ്റിന്റെ അണ്ടർലൈങ് പ്രിസംഷൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മോഡേൺ നാഷൻ സ്റ്റേറ്റിനെ കുറിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ പൊസിഷനെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുക. ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചും അദ്ദേഹം പറയുന്നത് അത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ നാഷൻ സ്റ്റേറ്റ് ആണ് ഇൻ വിച്ച് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഇസ്ലാമിസൈസ് ഇറ്റ്. നിയമത്തിന്റെ മേലെയുള്ള മൊണോപ്പൊളി, അതുപോലെ തന്നെ ലീഗൽ മോണിസം, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമത്തിന്റെ മുമ്പിലുള്ള തുല്യത എന്നുള്ളത്, ഇക്വാലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ നാഷൻ സ്റ്റേറ്റ്. ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യാണ്. ഇക്വാലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ നാഷൻ സ്റ്റേറ്റ് ഈസ് മാനിഫെസ്റ്റഡ് വയ എ യൂണിഫോം റെജീം ഓഫ് ലോ അപ്ലൈഡ് ഈക്വലി ടു ഓൾ സിറ്റിസൺസ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അണ്ടർലൈങ് പ്രിസംഷൻ. മറ്റൊന്നാണ് മൊണോപ്പൊളി. സ്റ്റേറ്റിന് പുറമെ നിയമവുമില്ല, സ്റ്റേറ്റ് മാത്രമാണ് നിയമം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഭാവന തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനും. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാവനയിലും നിയമം ഉണ്ടാക്കുന്നതൊക്കെ സ്റ്റേറ്റാണ്. സ്റ്റേറ്റിന് പുറമെയുള്ള സബ്സ്റ്റേറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ സബ്സ്റ്റേറ്റ് ആക്ടേഴ്സിനെയൊന്നും അതിന്റെ ഭാവനയിൽ ഇമാജിനേഷനിൽ വരുന്നില്ല. അപ്പോൾ ഇതിനെ അദ്ദേഹം ഒരുപാട് പ്രശ്നവൽക്കരിക്കുന്നതാണ്. കാരണം മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് പ്രീ മോഡേൺ കാലത്തുള്ള മുസ്ലിം നാടുകളിൽ, മുസ്ലിം സ്റ്റേറ്റ് എന്ന് പറയാവുന്ന മുസ്ലിം ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിയമം ഉണ്ടായത് സ്റ്റേറ്റിന് പുറമെയാണ്. സ്റ്റേറ്റ് അല്ല നിയമത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. പലപ്പോഴും സ്റ്റേറ്റിന് ഓപ്പോസിഷനിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് സബ്സ്റ്റേറ്റ് ആക്ടേഴ്സ് നിയമം ഉണ്ടാക്കുന്നതിൽ, നിയമം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 4 മദ്ഹബുകൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് സുന്നി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ആണ് അതിനുള്ളത്. സ്റ്റേറ്റ് എന്നുള്ളത് വളരെ അൺസ്റ്റേബിൾ ആയിരുന്നു. ഒരുപാട് ഡൈനാസ്റ്റികൾ വന്നു പോയി, പലതരത്തിലുള്ള സൽത്തനേറ്റുകൾ ഉണ്ടായി, പല തരത്തിലും ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടാണ് നിലനിന്നത്. പക്ഷെ സ്റ്റേബിളായിട്ട് നിയമം നിലനിന്നു. നിയമവും നിയമത്തിന്റെ സ്കൂളുകളും വളരെ സ്റ്റേബിളായിട്ട് നിലനിന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ സ്റ്റേറ്റിന്റെ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് എക്സിക്യൂഷൻ മാത്രമായിരുന്നു. നിയമം ഉണ്ടാക്കലോ നിയമം ഇന്റർപ്രറ്റ് ചെയ്യലോ ഒന്നും സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നില്ല. ആ സമയത്ത് മുസ്ലിങ്ങൾക്കിടയിലും അതുപോലെ വ്യത്യസ്ത മതങ്ങൾക്കിടയിലും വിവിധ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതിനൊക്കെ ഫ്രീഡം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്ലൂറലിസം നിലനിന്നിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം ഷഹാബുദ്ദീൻ അൽ ഖറാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ചാണ് ഷർമൻ ജാക്സന്റെ ഫസ്റ്റ് ബുക്കും. അപ്പം അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിലെ ഈജിപ്തിൽ മംലൂക്ക് ഭരണത്തിൽ ഷാഫികളെയായിരുന്നു കുറച്ച് ഫേവർ ചെയ്തിരുന്നത്. ആ സമയത്ത് അത്തരത്തിലുള്ളൊരു ഫേവറേറ്റിസം ഉണ്ടായിരുന്ന സമയത്ത് ഷഹാബുദ്ദീൻ അൽ ഖറാഫി റഹ്മത്തുള്ളാഹി ഒരു ബുക്ക് തന്നെ ഷാഫി നിയമങ്ങൾ മാലിക്കികൾക്കൊക്കെ ഇമ്പോസ് ചെയ്യുന്നതിനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, അദ്ദേഹം വാദിച്ചിരുന്നത്, അൽ ഖറാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിരുന്നത്, ഈദിനും അതുപോലെ നോമ്പെടുക്കാനൊക്കെ ചന്ദ്രനെ കാണുകയാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് ഒരു സിംഗിൾ വിറ്റ്നസ് കൊണ്ട് മതിയാകുന്നതാണ്. പക്ഷേ മാലിക്കികൾക്ക് അങ്ങനെ പോരാ. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് ഇന്ന് പെരുന്നാളായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മാലിക്കുകൾ അത് അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം ഓപ്പൺലി റെഫ്യൂട്ട് ചെയ്തിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ മാലിക്കുകൾക്ക് മാലിക്കുകളുടേതായ നിയമവും ഷാഫികൾക്ക് ഷാഫികളുടേതായ നിയമവും നിലനിൽക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ നിലനിന്നിരുന്നു. ആ ഒരു പ്ലൂറലിസം, ആ ഒരു ഡൈവേഴ്സിറ്റി വിത്തിൻ ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ അക്രോസ് ദ റിലീജിയനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു എക്സാമ്പിൾ, സൊറാസ്ട്രിയനിസത്തിലുള്ള ഒരു സെൽഫ് മാരേജ്, അവർക്ക് മകളെ കല്യാണം കഴിക്കാം, ഒരു മകന് വേണമെങ്കിൽ സ്വന്തം മാതാവിനെ കല്യാണം കഴിക്കാം. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, ഒരു മാരേജിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സൊറാസ്ട്രിയൻസിന്റെ ഇടയിൽ നിലനിന്നിരുന്നു. അതിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന പൊസിഷൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത്, സൊറാസ്ട്രിയൻസ് മുസ്ലിങ്ങളുടെ അടുത്ത് ഒരു ലീഗൽ വേർഡിക്റ്റിന് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ നിയമം അനുസരിച്ചിട്ട് ഈ വിഷയത്തിൽ വിധിക്കണം. അവരുടെ മതത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം. അവർ നമ്മളെടുത്ത് ലീഗൽ വേർഡിക്റ്റിന് വേണ്ടിയിട്ട് വരാത്തിടത്തോളം കാലം അവരുടെ ആ മാരേജിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള ഇടപെടലും വേണ്ട എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു ഒരു മുസ്ലിം ലോകത്ത് ശരിയ നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു രീതി. വ്യത്യസ്ത മതസമൂഹങ്ങൾക്ക് അവരുടേതായ നിയമം, അത് ഇസ്ലാമികമായിട്ട് എത്ര അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ അവർക്കതനുസരിച്ചിട്ട് ജീവിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ നിയമം ഉണ്ടാക്കാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ആ അർത്ഥത്തിൽ ഉള്ള ഒരു ലീഗൽ പ്ലൂറലിസം യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നു.
സ്റ്റേറ്റ് നിയമത്തെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിരുന്നില്ല, അതിന് ഒരു എക്സിക്യൂഷൻ മാത്രമായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് ശരിയ അത്ര കോംപ്രഹെൻസീവ് ആയിരുന്നില്ല, എല്ലാം ശരിയ ഡിറ്റർമിൻ ചെയ്തിരുന്നില്ല. ശരിയൊക്കെ ഔട്ട്സൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ശരിയ അതിന് കൺസേൺ ആയിട്ടുള്ള കുറച്ച് ഏരിയയിൽ മാത്രം ലിമിറ്റഡ് ആയിരുന്നു. ബാക്കിയൊക്കെ പോളിസികളൊക്കെ ഓരോ ഭരണകർത്താക്കളും ഉണ്ടാക്കി, അതുപോലെ നിയമത്തെ ഫുഖഹാക്കൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന നിയമത്തെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന പണിയും ഭരണകർത്താക്കൾ നിർവഹിക്കുകയാണ് പ്രീ മോഡേൺ കാലത്തുണ്ടായിരുന്നത്. ജനങ്ങളെ ഒരു നിയമം കൊണ്ട് കൺട്രോൾ ചെയ്യാനൊന്നും ഒരു സ്റ്റേറ്റിന്റെ അധികാരം പിടിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യവും പ്രീ മോഡേൺ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആധുനിക കാലം വരുമ്പോഴാണ് നിയമത്തിന്റെ മേലെയുള്ള മൊണോപ്പൊളി വരികയും എല്ലാവർക്കും ഒരേ നിയമം എന്നുള്ള സങ്കല്പം വരികയൊക്കെ ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റിന്റെ അധികാരം ഒരാവശ്യമായിട്ട് വരുന്നത്. അതാണ് മുസ്ലിം ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, അതാണ് ഫണ്ടമെന്റലിസത്തിന്റെ ഒക്കെ ഒരു പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ടെക്സ്റ്റിന്റെ ഒന്നും ഒരു ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അല്ല എന്ന് അദ്ദേഹം പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. ടെക്സ്റ്റിന്റെ ഒരു ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ അല്ല ഇസ്ലാമിലെ ഫണ്ടമെന്റലിസം. ഈ ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റിന്റെ ഒരു ഫ്രെയിംവർക്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഈ കാഴ്ചപ്പാടിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ അമേരിക്കയിലെ ഗേ മാരേജിനെ ബാൻ ചെയ്യുന്ന നിയമം അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് യൂണിഫോംലി എല്ലാ മതങ്ങൾക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി അത് അംഗീകരിച്ച മതവിഭാഗങ്ങൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേ നിയമത്തിന്റെ ആവശ്യമില്ല. ഓരോ ആളുകളും അവരുടെ മതത്തിന്റെയും അവരുടെ വിധികൾ, അവരുടെ മതവിധികളുടെ അടിസ്ഥാനത്തിൽ ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ നോൺ റിലീജിയസ് ആയ കമ്മ്യൂണിറ്റി അതിനനുസരിച്ചിട്ട് തന്നെ നിലകൊള്ളട്ടെ. അതിന് എല്ലാവർക്കും തുല്യമായിട്ട് ബാൻ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. ജാക്സന്റെ ഈ കാഴ്ചപ്പാടുകളോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതാണ് ജൊനാഥൻ എസ് സി ബ്രൗണിന്റെ കാഴ്ചപ്പാടും. അദ്ദേഹം LGBTQ ആൻഡ് ഇസ്ലാം റീവിസിറ്റഡ് എന്ന ആർട്ടിക്കിളിൽ അദ്ദേഹത്തിന്റെ പൊസിഷനായിട്ട് പറയുന്ന ഒരു പൊസിഷനുണ്ട്. അതിന് അദ്ദേഹം വിളിക്കുന്നത് റൈറ്റ്സ് അഫർമേഷൻ കോമൺ കോസ് ഇസ്ലാമിക് ഓർത്തഡോക്സി എന്നാണ്. LGBTQ ഗ്രൂപ്പുകളുടെ അവകാശ സമരങ്ങളോട് യാതൊരു കോപ്പറേഷനും ആവശ്യമില്ല എന്നുള്ള കംപ്ലീറ്റ് റിജക്ഷന്റെ ഒരു പൊസിഷനോട് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബ്രൗൺ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഷാദി അൽ മസ്രിയോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. ബ്രൗണ് 2016 ഒക്ടോബറിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പൊസിഷനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞ ഒരു വരി അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഐ സപ്പോർട്ട് ദ റൈറ്റ് ഓഫ് സെയിം സെക്സ് കപ്പിൾ ടു ഹാവ് സിവിൽ മാരേജ് അക്കോർഡിംഗ് ടു US ലോ. US നിയമം അനുസരിച്ചിട്ട് സെയിം സെക്സ് കപ്പിൾസിന് സിവിൽ മാരേജിന്റെ വിഷയത്തിൽ ഞാൻ ഐ സപ്പോർട്ട് ദ റൈറ്റ്, അവരുടെ അവകാശത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാം സെയിം സെക്സ് ആക്ടിനെ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സോഷ്യലോ റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷൻ, ഒരു ഗ്രൂപ്പിന്റെ ട്രഡീഷൻ എല്ലാവരുടെയും മേലെ ഇമ്പോസ് ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല. അമേരിക്കയിൽ ശരിയക്കനുസരിച്ചുള്ള മാരേജ് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഐ ഡോണ്ട് സീ ദ ഡിസയർ ഓഫ് ഗേ കപ്പിൾസ് ആസ് എനി ഡിഫറൻറ്റ്. ഗേ കപ്പിൾസിന്റെ ഗേ മാരേജിന് വേണ്ടിയുള്ള ഡിസയറിനെയും ഞാൻ ഡിഫറൻ്റ് ആയിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ സ്റ്റാൻഡിന്, ഈ പൊസിഷനെ ന്യായീകരിച്ച് അദ്ദേഹം LGBTQ ആൻഡ് ഇസ്ലാം റിവിസിറ്റഡിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിംസ് ഇൻ ദ US ആൻഡ് LGBTQ ഗ്രൂപ്പ്സ് സീക്ക് പ്രൊട്ടക്ഷൻ ഫോർ ദ സെയിം റൈറ്റ്സ്. ഒരേ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് LGBTQ ഗ്രൂപ്പ്സും അതുപോലെ മുസ്ലിംസും US ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സീക്ക് ചെയ്യുന്നത് ഒരേ അവകാശങ്ങളാണ്. അവർക്ക് കോമൺ ആയിട്ടൊരു വിഷനാണുള്ളത്. അതെന്താണെന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളുടെയും ഓരോ കമ്മ്യൂണിറ്റികളുടെയും അവരുടെ രീതിക്കനുസരിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള മാരേജ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ കോട്ട് ചെയ്യാണ് അദ്ദേഹത്തെ, അമേരിക്കൻ മുസ്ലിംസ് ഷുഡ് സപ്പോർട്ട് ദ റൈറ്റ് ഓഫ് ഗേ മാരേജ് അണ്ടർ US ലോ, നോട്ട് ബിക്കോസ് വി കണ്ടോൺ ഹോമോസെക്ഷൽ ബിഹേവിയേഴ്സ് but rather because Muslims and LGBTQ groups have the same goal, namely a notion of marriage in which laws are not influenced by Western European/Christian cultural mores. ബഹുഭാരത്വത്തോടൊക്കെ അമേരിക്ക വെച്ച് പുലർത്തുന്ന സമീപനമാണ് അദ്ദേഹത്തെ ഈ ഒരു പൊസിഷൻ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കാരണം. പൂർണ്ണമായിട്ട് ശരിയക്കനുസരിച്ചുള്ള പൂർണ്ണമായ രീതിയിലുള്ള മാരേജിനെ റെക്കഗ്നൈസ് ചെയ്യണം.
അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ അവരുടെ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് പോരാടുന്ന പോലെ തന്നെയാണ് വേറൊരു ഗ്രൂപ്പും അവരുടെ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് പോരാടുന്നത്. അങ്ങനെ എല്ലാവർക്കും റെക്കഗ്നിഷൻ ഉള്ള ഓരോ ആളുകൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാരേജ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ നോഷൻ ഓഫ് മാരേജ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കോമൺ ആയിട്ട് നമുക്കും മുസ്ലിംസിനും US-ൽ അതുപോലെ LGBTQ ഗ്രൂപ്പ്സിനും ഉള്ളത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു ജൂഡിയോ ക്രിസ്ത്യൻ ഒരു കൺട്രി അല്ല അമേരിക്ക, ഇൻ വിച്ച് മുസ്ലിംസ് ക്യാൻ ജോയിൻ വിത്ത് ആൻ അബ്രഹാമിക് മെയിൻ സ്ട്രീം. ഒരു അബ്രഹാമിക് മെയിൻ സ്ട്രീമിന് വേണ്ടി മുസ്ലിംസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ കൾച്ചർ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. സെയിം സെക്സ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നത് തിന്മയെ സപ്പോർട്ട് ചെയ്യലല്ലേ, അമ്രും ബിൽ മാറൂഫും നഹിയും അനിൽ മുങ്കറും അവിടെ ലംഘിക്കപ്പെടുകയല്ലേ എന്നൊക്കെ ഉള്ളതിന് അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത്, അദ്ദേഹം നേരത്തെ എഴുതിയ ആർട്ടിക്കിളിൽ തന്നെ അദ്ദേഹം കൗണ്ടർ ചെയ്യുന്നത് ശരിയ അലൗഡ് എ റിമാർക്കബിൾ അക്കമഡേഷൻ ഫോർ ദ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാണ്. ശരിയയിൽ റിലീജിയസ് മൈനോറിറ്റീസിൻ്റെയൊക്കെ പ്രാക്ടീസുകൾ അത് ഇസ്ലാമിന് എത്ര ഘടകവിരുദ്ധമാണെങ്കിലും അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ സതിയെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. സതി ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്, പക്ഷേ മുസ്ലിം റൂളിൽ അത് അംഗീകരിച്ചിരുന്നു, അതിന് സ്പേസ് നൽകിയിരുന്നു. അതുപോലെ ജ്യൂസിനും ക്രിസ്ത്യൻസിനും വൈനുണ്ടാക്കാനും വിൽക്കാനുമുള്ള അനുവാദം നൽകിയതിൻ്റെ ഉദാഹരണങ്ങൾ. അതുപോലെ സൊറാസ്ട്രിയൻസിൻ്റെ ഹവദൂദ എന്ന ഡോക്ട്രിൻ, വേർ വൺ മാരീസ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ്, അത് ബ്രദറാകാം സിസ്റ്ററാകാം, ഇവരെയൊക്കെ കല്യാണം കഴിക്കാനുള്ള സൊറാസ്ട്രിയൻസിൻ്റെ അവരുടെ മതതത്വം, ഇതൊക്കെ അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് കംഫർട്ടബിൾ ആകാത്ത രീതിയിലുള്ള പ്രൈഡ് പരേഡ് പോലെയുള്ള സംഗതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും LGBTQയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ഡിമാൻഡ്സ്, അവരുടെ ഒരുപാട് അവകാശ സമരങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ടോയ്ലറ്റ് തൊട്ട് സെയിം സെക്സ് മാരേജ് വരെയുള്ള വിഷയങ്ങളിൽ അനേക കാര്യങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം അതിൽ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം US-ൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് പറയുന്നതെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം US-ൻ്റെ തന്നെ എക്സാമ്പിളും അതിൻ്റെ തന്നെ വിഷയങ്ങളാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്. അദ്ദേഹം പറയുന്നത് US-നെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ അതൊരു റേഷ്യൽ മെജോറിറ്റി, ഒരു റിലീജിയസ് മെജോറിറ്റിയുടെ റൂളിനനുസരിച്ച് പോകുന്ന ഒന്നാകരുത്. ഒരു കോമൺ ഫ്രെയിംവർക്ക് ഓഫ് റൈറ്റ്സ് ആണ് വേണ്ടത്. അവിടെ എല്ലാവർക്കും ഈക്വൽ ലിബർട്ടി വേണം. അങ്ങനെ എല്ലാ ആളുകളെയും വെൽക്കം ചെയ്യുന്ന അവരുടെ നോഷൻ ഓഫ് മാരേജിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണ് US-ൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊസിഷൻ അദ്ദേഹം എടുക്കുന്നത്. ജൊനാഥൻ ബ്രൗണിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടുള്ള ഡോക്ടർ ഷാദി അൽ മിസ്രിയുടെ പൊസിഷനാണ് മറ്റൊരു പൊളിറ്റിക്കൽ നിലപാട്. അദ്ദേഹം പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അഡ്വക്കസിയും ഒരു ലീഗൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ എനി ടൈപ്പ് ഓഫ് അഡ്വക്കസി ഇൻവോൾവ്സ് എ ഫോം ഓഫ് ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിയയിൽ വളരെ വെൽ നോൺ ആണെന്ന് അദ്ദേഹം പറയുന്നു. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലെജിസ്ലേഷൻ ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. മുസ്ലിങ്ങളുടെ നിക്കാഹിന് അമേരിക്കയിൽ പ്രശ്നമില്ല. അതേസമയം ബഹുഭാര്യാത്വമാണ് പ്രശ്നമെങ്കിൽ ബഹുഭാര്യാത്വം മുസ്ലിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റിൽ പെട്ടതല്ല, മുസ്ലിങ്ങൾ അത്രയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. മാത്രവുമല്ല, അതിനു വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത, ശരിയയിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രാക്ടീസ് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായിട്ടും കോപ്പറേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള വാദമാണ് ഷാദി അൽ മിസ്രി മുന്നോട്ട് വെക്കുന്നത്. ബ്രൗണ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള കൺസർവേറ്റീവ് ക്രിസ്ത്യൻ കൾച്ചറിന് എതിരായിട്ടുള്ള ഒരു നോഷൻ ഓഫ് മാരേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡൊമിനൻസിന് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ ഷാദി അൽ മിസ്രി പറയുന്നത് നമ്മൾ നോക്കേണ്ടത് ലോ ഓഫ് ദ ലാൻഡാണ്, അല്ലാതെ ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഗ്രൂപ്പിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നോ ഇവിടുത്തെ മെജോറിറ്റിയുടെ ഒരു രീതി എന്താണെന്നൊന്നുമല്ല. മെജോറിറ്റി വെസ്റ്റേൺ ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തോ ആകട്ടെ, പക്ഷേ അമേരിക്കൻ നിയമം ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ആ നിയമത്തിൽ അംഗീകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് വിഷയമാക്കേണ്ടത്. അല്ലാതെ ഒരു വെസ്റ്റേൺ കൾച്ചറൽ ഡൊമിനൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ക്രിസ്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മുസ്ലിങ്ങളോടൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയം എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള നിയമമാണ് നോക്കേണ്ടത് എന്ന ഒരു സംഗതിയും കൂടെ അടിവരയിടുന്നുണ്ട്. മുസ്ലിം ഭരണകാലത്തൊക്കെ ശരിയ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്ന കാലത്തൊക്കെ
വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയൊക്കെ പ്രാക്ടീസുകൾ അനുവദിച്ചിരുന്നു എന്നതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു സംഗതിയെ അംഗീകരിക്കുക, സമ്മതിക്കുക എന്നുള്ളത് പോലെയല്ല ഒന്നിനു വേണ്ടി സംസാരിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അത്തരം ഗ്രൂപ്പുകളായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അത് വേറെ തന്നെയാണ്. അത് രണ്ടായിട്ട് ആണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ LGBTQ ഗ്രൂപ്പ്സിനോട് സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ബ്രൗണിൻ്റെ വാദത്തിനെ ഗണ്ണിച്ചുകൊണ്ട് ഷാദി അൽ മിസ്രി പറയുന്നത്, ദിസ് പൊസിഷൻ വിൽ കോസ് കൊഗ്നിറ്റീവ് ഡിസണൻസ് ഇൻ ദോസ് ഹു അഡോപ്റ്റ് ഇറ്റ്. ഈ പൊസിഷൻ ഒരു തരം കൊഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കുന്നുള്ളതാണ്. കാരണം ബിലീഫ്സ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റാൻസസ് മസ്റ്റ് ബി അലൈൻഡ് ആൻഡ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് ദ സീക്രഡ് ലോ. ശരിയായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല ഒരാളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ്. അല്ലെങ്കിൽ ഒരാൾ വൺ വിൽ ഇന്റേണലൈസ് ദിസ് കോൺട്രഡിക്ഷൻ ആൻഡ് നെവർ ബി ഏബിൾ ടു എസ്കേപ്പ് ദ അജിറ്റേഷൻ ദാറ്റ് ഡിസണൻസ് കോസസ്. ഈ ഡിസണൻസ് ഉണ്ടാക്കുന്ന അജിറ്റേഷനിൽ നിന്ന് ഒരാൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. 3 വ്യത്യസ്ത രീതിയിലുള്ള നിലപാടുകളാണ്, പൊളിറ്റിക്കൽ നിലപാടുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തത് ഹോമോസെക്ഷുവാലിറ്റി ഇസ്ലാമിൽ അക്കമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രമാണങ്ങളൊക്കെ വായിച്ചുകൊണ്ട് LGBTQ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ്. ആ നിലപാടുകാരായിട്ട് ചില എഴുത്തുകാരും അതുപോലെ ചില ഇമാമുകളൊക്കെ, ലുഡോവിക് മുഹമ്മദ് സായിദ് ഫ്രാൻസിലുള്ള കെ ഇമാം, അതുപോലെ ദായി അബ്ദുള്ള US ആഫ്രോ അമേരിക്കൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷെർമൻ ജാക്സന്റെയും ജൊനാഥൻ ബ്രൗണിൻ്റെ ഒക്കെ നിലപാടാണ്. ജാക്സൺ കുറച്ചും കൂടെ മൊറാലിറ്റിയേക്കാൾ ലെജിറ്റിമസി എന്നുള്ളൊരു പോയിന്റിനെ പലയിടത്തായിട്ട് ഊന്നിയിട്ടുള്ള ആളാണ്. അതായത് ഒരു കാര്യം പൂർണ്ണമായിട്ട് മോറലാകണം എന്നില്ല അതിനെ അംഗീകരിക്കാൻ, അത് ലെജിറ്റിമേറ്റ് ആകുന്നതിന് അതർ കൺസിഡറേഷൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ വിചാരത്തിന് 4 സാക്ഷികൾ, അത് കൺസിഡറേഷൻസ് അതർ ദാൻ മൊറാലിറ്റിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഹുദൈബിയ സന്ധിയുടെ വിഷയം, അതിലൊക്കെ ആ സന്ധി ലെജിറ്റിമേറ്റ് ആണ്, അത് ലെജിറ്റിമേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നത്. അതിലെ ടേംസ് ഒക്കെ പൂർണ്ണമായിട്ട് ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാവുന്ന ടേംസ് അല്ലെങ്കിലും ആ സന്ധി ലെജിറ്റിമേറ്റ് ആകുന്നതൊക്കെ പോലെ ഉള്ള ഒരു അപ്രോച്ച് കോൺസ്റ്റിറ്റ്യൂഷനോട് ഉണ്ടാവേണ്ടതിൻ്റെ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ വരുന്നതാണ്. അതുപോലെ ലീഗൽ മോണിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൻ്റെയും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ നിലപാടിനെ മനസ്സിലാക്കേണ്ടത്. അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതാണ് ജൊനാഥൻ ബ്രൗണിൻ്റെ വ്യൂ. അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിലാണ്, US കോണ്ടെക്സ്റ്റിൽ ഇത്തരത്തിൽ ഓരോ ഗ്രൂപ്പിനും, ഓരോ റിലീജിയസ് ഗ്രൂപ്പിനും അവരുടേതായ നോഷൻ ഓഫ് മാരേജ് വേണം, അങ്ങനത്തെ ഒരു ലിബറൽ സ്പേസാണ് അമേരിക്ക ആകേണ്ടത് എന്നുള്ള ഒരു വ്യൂ. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പൊളിറ്റിക്കൽ നിലപാട്, ശരിയെ അംഗീകരിക്കാത്ത ഒരു വിഷയത്തിൽ അതിനോട് യോജിച്ചുകൊണ്ടുള്ള യാതൊരു സമീപനം ഉണ്ടാകരുത്, അത് പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി രണ്ടും LGBTQനെ കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടിൽ വ്യത്യാസം വരുമ്പോഴും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറയുന്നതിൽ സമാനതകളാണ്. LGBTQ എന്നുള്ളത് ഒരൊറ്റ വിഷയമല്ല, മറിച്ച് സ്വവർഗ ലൈംഗികാകർഷണം, ലൈംഗിക വീഴ്ച, ലിംഗസ്വത്വം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉൾപ്പെട്ടാണെന്നും ബ്രൗണ് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ലൈംഗികാകർഷണത്തെക്കുറിച്ച് പറയുന്നത്, പൂർവാധുനിക മുസ്ലിം പണ്ഡിതർ ഒരേ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ആകർഷണം വളരെ സ്വാഭാവികമായി ഉണ്ടാകാമെന്നാണ് മനസ്സിലാക്കിയത്, കോട്ട്. എന്നിട്ട് അദ്ദേഹം പേരുകെട്ട മധ്യകാല യാഥാസ്ഥിതിക പണ്ഡിതർ തങ്ങളുടെ പുരുഷ സുഹൃത്തുക്കളോടുള്ള സ്നേഹത്തെയും അഭിനിവേശത്തെയും കുറിച്ച് അനേകം കവിതകൾ രചിച്ചതായും സ്വർഗപ്രണയം പ്രകൃതിപരമാണോ അല്ലേ എന്നത് ശരിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണെന്നും പറയുന്നുണ്ട്. കാരണം സ്നേഹം, ആകർഷണം, വികാരം ഇതൊന്നും ശരീഅത്തിന്റെ വിഷയമല്ല, കർമ്മമാണ് ശരീഅത്തിന്റെ വിഷയം. ശരീരത്തിനും കർമ്മങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് വ്യക്തമാക്കിയിട്ട് അബ്ദുൽ ഹക്കീം മുറാദ് പറയുന്ന ഒരു കാര്യം, ശരീരത്തിലൂടെയുള്ള സാക്ഷാത്കാരം, എംബോഡിമെന്റ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണെന്നുള്ള. നമ്മളൊരു കാര്യം നിരന്തരം ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെ ആയി മാറിപ്പോകുന്നത് കൊണ്ട്, അതുപോലെ അന്ത്യനാളിലൊക്കെ നമ്മൾ ശരീരത്തോട് കൂടെയാണ്. അതുകൊണ്ട് ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരം കൊണ്ട് റിപ്പീറ്റഡ്ലി ചെയ്യുന്ന അമലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു സെക്കുലർ ഇടമല്ല, പവിത്രതയുടെ ഭാഗമാണ്. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കലല്ല, ഒരാളുടെ അഭിലാഷങ്ങൾ, ധാർമ്മിക തത്വങ്ങളല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ തോന്നിയതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള സംഗതി. ഒരേ ലിംഗത്തിൽപ്പെട്ടവരോട് തോന്നുന്ന ലൈംഗികാകർഷണത്തെ അബ്ദുൽ ഹക്കീം മുറാദ് ഒരു വ്യക്തിക്കുള്ള പരീക്ഷണമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും ജീവിതത്തിൽ നിരന്തരം അഭിമുഖീകരിക്കേണ്ട ചില ആത്മീയ പരീക്ഷണങ്ങളുണ്ട്. ആത്മീയ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർ അത്തരം പരീക്ഷണങ്ങളെ തരണം ചെയ്യണം, കോട്ട്. ജൊനാഥൻ ബ്രൗണ് വിശദീകരിച്ച പോലെ ഇദ്ദേഹവും അബ്ദുൽ ഹക്കീം മുറാദും ലൈംഗിക ജൈവിനെ കുറിച്ച് തെറ്റായിട്ടല്ല പറയുന്നത്. അതിനനുസരിച്ചുള്ള പ്രവൃത്തി മാത്രമാണ് പാപം.
അല്ലാതെ അഫെക്ഷൻ അല്ലെങ്കിൽ അത്തരം ഓറിയൻറ്റേഷൻ ഇതൊന്നും ഒരു തെറ്റായിട്ടല്ല കാണുന്നത്. അതേപോലെ തന്നെയാണ് ഹംസ യൂസുഫും. അദ്ദേഹം ഈ വിഷയം പറയുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന മറ്റേതൊരു പ്രയാസവും പോലെ തന്നെ സ്വർഗലൈംഗികതയും ഒരു ഫിത്ന പരീക്ഷണമായിട്ടാണ് ഹംസ യൂസുഫും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ അദ്ദേഹം ഉപദേശിക്കുന്നത് ആണ് പെണ്ണ് ആകർഷണത്തിലെ കാര്യം പോലെ തന്നെ ഇവിടെയും പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത് എന്നാണ്. കാലഘട്ടത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാറ്റാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു സത്യമാണ് റെക്ടൽ ഇൻ്റർകോഴ്സ്, ലിവാത്ത്. അത് ആണുങ്ങൾ തമ്മിലായാലും ആണും പെണ്ണും തമ്മിലായാലും ഹറാമാണ് എന്നുള്ളത്. അതുപോലെ പിന്നെ ദാമ്പത്യബാഹ്യമായിട്ടുള്ള എല്ലാ തരം ലൈംഗിക പ്രവർത്തികളും വിലക്കുള്ളതാണ്. സെയിം സെക്സ് മാരേജിൻ്റെ ഒക്കെ വിഷയം പറയുമ്പോൾ ബ്രൗണ് പറയുന്നുണ്ട്, അടിസ്ഥാന തത്വം ലൈംഗികതയുടെ വിഷയത്തിൽ വിലക്കാണ്. അൽ-അസ്ലുഫിൽ അബ്ല തഹരീം എന്നുള്ളതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിച്ച അടിസ്ഥാന തത്വം. അതുകൊണ്ട് ദാമ്പത്യബാഹ്യമായിട്ടുള്ള എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളും നിഷിദ്ധമാണ്. അതേസമയം ജെൻഡർ ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ ശരീഅത്തിന്റെ വീക്ഷണം ഒരർത്ഥത്തിൽ പുരോഗമനപരമാണെന്ന്, അതേസമയം മറ്റൊരർത്ഥത്തിൽ പുരോഗമന ലക്ഷ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുരോഗമനപരമെന്ന് പറയാൻ കാരണം ഹുൻസ, മുഹന്നസ് ഇങ്ങനെയുള്ള സത്വങ്ങളെ പരിഗണിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ മുഹന്നസിൻ്റെ മതനിയമങ്ങൾ പുരുഷൻ്റേത് തന്നെയാണ്. മാത്രമല്ല ഇത്തരം വ്യത്യസ്ത ലിംഗമുള്ളവർക്ക് വിവാഹം പോലെയുള്ളത് അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ പുരോഗമന വീക്ഷണത്തിൽ നിന്നും ശരീഅത്തിൻ്റെ വീക്ഷണം വളരെ അകലെയാണെന്നും അദ്ദേഹം പറയുന്നു. ശരിയാ ഡിസ്കോഴ്സുകളിൽ ജെൻഡർ എന്നുള്ളത് ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ അല്ല. അവിടെ ബയോളജിക്കൽ സെക്സ് ആണ്. മെയിലായാലും ഫീമെയിലായാലും അതുപോലെ ഹുൻസ മുഷ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർസെക്സ് ആണ്. പിന്നെ മുഹന്നസാണ്, അത് എഫിമിനേറ്റായ മെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണ ബയോളജിക്കൽ മെയിലിൻ്റെ നിയമങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ വിഷയം സെക്ഷുവൽ റീഅസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷയത്തിൽപ്പെട്ടതാണ്. സെക്ഷുവൽ റീഅസൈൻമെൻറ്റ് അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളൊക്കെ ഇന്ത്യയിലും വളരെ ശ്രദ്ധയാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ബ്രൗണ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടന്ന ഫിഖി ചർച്ചകളെക്കുറിച്ച്, ആധുനിക കാലത്ത് നടന്ന ചില ചർച്ചകളെക്കുറിച്ചും ഫത്വകളെക്കുറിച്ചൊക്കെ. ഇസ്ലാമിനെ റീഡിഫൈൻ ചെയ്യുന്നവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് വളരെ തുറന്ന് തന്നെ ഷർമൻ ജാക്സനും പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഹോമോസെക്ഷൽസിന് അവരുടെ തിന്മ മാത്രം അടിസ്ഥാനപ്പെടുത്തി, ഇൻ കേസ് അവർ തിന്മയിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോൾ വ്യഭിചാരിയെ അല്ലെങ്കിൽ മദ്യപാനിയെ അതുപോലുള്ള ഏത് തിന്മ ചെയ്യുന്നവരെയും ആ തിന്മയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല എന്നത് സുന്നി ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വത്തിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഹോമോസെക്ഷലായിട്ടുള്ള മുസ്ലിംസ്, അവർ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസ് തന്നെയാണ്, അവർ നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്, അവരങ്ങനെ തന്നെ പരിഗണിക്കണം. ഒരാൾ ഹോമോസെക്ഷൽ ആകുമ്പോൾ അയാൾ മുസ്ലിം അല്ലാതാകുന്നില്ല, അത് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹോമോസെക്ഷലായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു സംഗതി LGBTQ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിൽപ്പെട്ടത് അവരോടുള്ള വിവേചനമാണ്. അപ്പോൾ ആ വിഷയത്തിലാണെങ്കിൽ മാനുഷികമായിട്ടുള്ള എല്ലാ തരം പരിഗണനകളും സപ്പോർട്ടും കൊടുക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ സെയിം സെക്സ് ഓറിയൻറ്റേഷനുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്നതായ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, അതിനെ പരിഗണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വിവാഹം അതുപോലെയുള്ള സംഗതികൾ കൾച്ചറിൽ വളരെ കമ്പല്ലിംഗ് ആയിട്ടുള്ള കുറേ ഡിമാൻഡ്സോട് കൂടിയിട്ടുണ്ടാകുന്ന സൊസൈറ്റികളിൽ അവരനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് അവരോട് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജാക്സനൊക്കെ പറയുന്നത് അവരെ അംഗീകരിക്കണം, ബ്രദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് അവരെ അംഗീകരിക്കണം, അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന പോലെയുള്ള നിലപാടുകൾ സുന്നി ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ ഹോമോസെക്ഷലായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നവരാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരു ഇൻ്റർസെക്ഷനാണ്. അതായത് ഹോമോസെക്ഷൽ അവരനുഭവിക്കുന്നതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടേതായ പ്രശ്നങ്ങൾ, ഒരു 99% വിഷയവും അവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയമല്ല 99% വിഷയവും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടേതായ പ്രശ്നങ്ങൾ അവരും അഭിമുഖീകരിക്കുന്നവരാണ്. അതേസമയം അവരൊക്കെ കോമൺ ആയിട്ട് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നത്തിൻ്റെ പേരിലാണ് അവർ ഒത്തുകൂടുന്നതെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ചില ക്യൂർ ഗ്രൂപ്പുകൾ അവരെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും വിലയിരുത്തപ്പെടേണ്ടതാണ്. കേരളത്തിൽ ചില ക്യൂർ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ക്യൂർ ഗ്രൂപ്പുകളുടെയൊക്കെ അവരുടെ അതർ പൊളിറ്റിക്സും കൂടെ വെച്ചുകൊണ്ടായിരിക്കണം മൊത്തത്തിൽ ഹോമോസെക്ഷൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്.